ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയിട്ട് നബിദിന പരിപാടി കാണാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോവാണ്. നമ്മളടുത്ത് തന്നെയാണ് മദ്രസ, ഒരുപാട് ദൂരമൊന്നുമില്ല, നടക്കേണ്ട ദൂരമേ ഉള്ളൂ. മോനെല്ലാം നേരത്തെ പോയി പരിപാടി കാണണമെന്ന് പറഞ്ഞിട്ട്, അവന് പരിപാടിയുണ്ട്, പാട്ടും കഥ പറയലും ഫ്ലവർ ഷോ പരിപാടിയൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അവൻ നേരത്തെ പോയി. നമ്മളെല്ലാവരും കൂടി നടന്നിട്ട് നല്ല പോവാണ്. മോക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പോകാനൊക്കെ, ഒക്കെ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ പോകാനും എല്ലാം. ഇപ്പോൾ പള്ളിയിൽ എത്താനായി, ഇപ്പോൾ പള്ളിയിലെത്തി. പള്ളിയൊക്കെ നല്ല അലങ്കരിച്ചിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. മോൻ്റെ പരിപാടിയൊക്കെ തുടങ്ങണം അത്രേ. ബാക്കിയുള്ള കുട്ടികളെല്ലാം പരിപാടിയും പ്രോഗ്രാമുകളെല്ലാം നടക്കുന്നുണ്ട്, പാട്ടും കഥ പറയലും. അങ്ങനെ മോൻ്റെ പരിപാടി തുടങ്ങി. പാട്ടാണ് പാടുന്നത്. മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും, മഹമൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും. മനസ്സേ മനസ്സേ മതിയാകുമോ, നബിയോരമടിയേൽ തല ചായ്ക്കുമോ. കണ്ണേ കണ്ണേ കൊതിത്തീരുമോ, കനിവോര മണ്ണിൽ നീ വീഴുമോ. മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും, മഹമൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും. പാട്ട് ഏകദേശം കഴിഞ്ഞു. ഫ്ലവർ ഷോന്റെ പരിപാടിയായിരുന്നു. പരിപാടി കുറച്ച് നേരം ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. മഹിവാഴ്ത്തിയ തിരുനബി മോളെ, മലരായ ജമാല്, മധുദീനിലൊളിന്ത സബീലെ, യാ ഫാത്തിമ സഹറ ബതൂല്. മഹിലൊളിന്ത സബീലെ, യാ ഫാത്തിമ സഹറ ബതൂല്. മഹബൂബ് നബിക്കൊളി ചേലെ, മഹിവാഴ്ത്തിയ തിരുനബി മോളെ. മഹബൂബ് നബിക്കൊളി ചേലെ, മഹിവാഴ്ത്തിയ തിരുനബി മോളെ, മലരായ ജമാല്, മധുദീനിലൊളിന്ത സബീലെ, യാ ഫാത്തിമ സഹറ ബതൂല്. മഹബൂബ് നബിക്കൊളി ചേലെ, മഹിവാഴ്ത്തിയ തിരുനബി മോളെ, തിരുനബി മോളെ. അലിയാരുടെ സ്നേഹനിലാവ, അലിയാരുടെ സ്നേഹനിലാവ, മുഹബത്തിന്റെ സുന്ദര ജീവിത ശോഭ. വിടർന്നീ മധുവിൽ ഹസനൈനി, തുടർന്നു അഹ്ൽ ബൈത്തിൻ ശ്രേണി, പുകൾ തീരാ ഫാത്തിമ ബീവി. മഹബൂബ് നബിക്കൊളി ചേലെ, മഹിവാഴ്ത്തിയ കഴിഞ്ഞിട്ട് അവൻ്റെ കഥ പറയലായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്, നല്ല കഥയായിരുന്നു. കഥയുടെ പേര് കാരുണ്യനിധിയായ റസൂൽ എന്നാകുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ പ്രായമായ ഒരു സ്ത്രീ തലയിലെ ചുമട് നിലത്ത് വെച്ച് നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തു ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഉമ്മാമ, എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ ആ പ്രായമായ സ്ത്രീ പറഞ്ഞു, മോനെ, ഈ ചുമട് എടുക്കാനാവാതെ ഞാൻ വിഷമിക്കുകയാണ്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചുമട് തലയിൽ വെച്ചുകൊണ്ട് ആ ഉമ്മാമയുടെ വീട്ടിലെത്തിച്ചു. ഉമ്മാമ പറഞ്ഞു, മോനെ, നീ കരുണയുള്ളവനാണ്, വല്ലതും തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴൊന്നും തന്നെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഉപദേശം നൽകാം. മക്കയിൽ ഒരു മുഹമ്മദ് വന്നിട്ടുണ്ട്. അവന്റെ വലയിൽ നീ കുടുങ്ങാതെ സൂക്ഷിക്കണം. ഇതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. അത് കേട്ട ഉടനെ നബി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ഉമ്മാമ, ഞാനാണ് മുഹമ്മദ്. അപ്പോൾ ആ പ്രായമായ സ്ത്രീ അത്ഭുതപ്പെട്ടുപോയി. ഉടനെ ആ പ്രായമായ സ്ത്രീ നബിയുടെ അടുത്തു വെച്ച് തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലി അവിടെ വെച്ച് തന്നെ മുസ്ലിം ആവുകയും ചെയ്തു. നോക്കൂ കൂട്ടുകാരെ, നബിയുടെ കാരുണ്യത്താൽ ഉണ്ടായത് ഈ ചര്യയാണ് നാം എല്ലാവരും പിൻപറ്റേണ്ടത്.